بسم الله الرحمن الرحيم إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1421 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായമായ സൂറത്ത് സജദയിലെ 15 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. صدق الله العلي العظيم. സൂറത്ത് സജദയിലെ 15 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇതിലെ ഒന്നാമത്തെ ആയത്ത് 15-ാമത്തെ ആയത്ത് തിലാവത്ത് നിർവഹിക്കുമ്പോൾ സുജൂദ് ആവശ്യമായ ആയത്താണ്. സൗകര്യപ്പെടുന്നവര് സുജൂദ് ഇപ്പോൾ നിർവഹിക്കാവുന്നതാണ്, അല്ലാത്തവർക്ക് സെഷൻ കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോ സൂറത്ത് സജദയിലെ 15 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഈ സൂറത്തിന് സൂറത്തു സജിദ എന്ന പേര് വരുന്നതിന് കാരണമാകുന്നത് ഈ 15-ാമത്തെ ആയത്തിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു എന്നതും സുജൂദ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പരാമർശം വരുന്നതും ഒക്കെയാണ്. സുജൂദ് അനിവാര്യമായ ഒരായത്ത് ഈ സൂറത്തിൽ അടങ്ങിയത് കൊണ്ടാണ് ആ പേര് നൽകപ്പെട്ടിട്ടുള്ളത്. സൂറത്തു സജിദ എന്ന പേര് നൽകപ്പെട്ടിട്ടുള്ളത്. ഈ സൂറത്തിന്റെ തുടക്കം മുതൽ സത്യനിഷേധികള് ഉന്നയിച്ചിരുന്ന 3 വലിയ ആക്ഷേപങ്ങൾ അത് പരാമർശിച്ചുകൊണ്ട് അതിനുള്ള യുക്തിഭദ്രമായ ദൈവിക പ്രതികരണമാണ് നൽകപ്പെടുകയുണ്ടായത്. അതിന്റെ അവസാനം നിഷേധികൾ പാരത്രിക ജീവിതത്തെ തള്ളിക്കളയുന്ന, അതിൽ പൂർണ്ണമായിട്ട് അവിശ്വസിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരു സംഗതി വരികയുണ്ടായി. 10-ാമത്തെ ആയത്തിൽ ഐദാ ളലൽനാ ഫിൽ അർദി ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഭൂമിയിൽ നമ്മൾ അലിഞ്ഞില്ലാതെയായി പൂർണ്ണമായും അപ്രത്യക്ഷമായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു പുതിയ സൃഷ്ടിപ്പായി പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നാണ് അവര് പറയുന്നത് എന്നാണ് അവര് ഉന്നയിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ അവര് തങ്ങളുടെ സ്രഷ്ടാവായ റബ്ബിനെ, ആ റബ്ബുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുന്നതിനെ അവര് നിഷേധിക്കുകയാണ്. അവരത് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അതിന്റെ മുഖ്യമായ കാരണം. എന്നാൽ അള്ളാഹു അവിടെ വ്യക്തമാക്കുകയുണ്ടായത്
മരണത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ നിശ്ചയമായിട്ടും ഓരോരുത്തരുടെയും കാര്യത്തിൽ അത് നിർവഹിക്കും. അതിനെ തുടർന്ന് അവർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ തിരിച്ചയക്കപ്പെടുമ്പോ ഈ വിധത്തില് നിഷേധികളായി നിലകൊണ്ട അള്ളാഹുവിലും പ്രവാചകനിലും പാരത്രിക ജീവിതത്തിലും വിശ്വാസം ഉൾക്കൊള്ളാൻ എല്ലാവിധ ദൈവിക പ്രതിഭാസങ്ങളും ദൃഷ്ടാന്തങ്ങളും തങ്ങളുടെ ചുറ്റുപാടും ഉണ്ടായിട്ടും അത് നൽകുന്ന സൂചനകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ വിശ്വാസം ഉള്ളവരായി മാറാൻ സന്നദ്ധരാവാതെ ദൈവിക ജീവിത സരണി പിൻപറ്റുകയോ അതിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയോ ചെയ്യാതിരുന്ന കുറ്റവാളികൾ അവർ അള്ളാഹുവിന്റെ മുന്നിൽ എത്തുന്നത് തല കുനിച്ചവരായിക്കൊണ്ട്, തല താഴേക്ക് തൂക്കിയിട്ടവരായിക്കൊണ്ടാണ്. ആ ഘട്ടത്തിൽ അവര് എല്ലാം അംഗീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. റബ്ബന അബ്സ്വർന വസമിഅന ഫർജിഅന നഅമൽ സ്വാലിഹ. ഞങ്ങളുടെ നാഥ, ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു, എല്ലാം കേട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ നീ തിരിച്ചയക്കണം, ഒരിക്കൽ കൂടി ഞങ്ങൾക്കൊരു അവസരം തരണം, ഞങ്ങൾ നന്മ പ്രവർത്തിക്കട്ടെ. ഇന്നാ മൂഖിനൂൻ, നിശ്ചയമായിട്ട് ഞങ്ങൾക്ക് ദൃഢമായ ബോധ്യം വന്നിട്ടുണ്ട് എന്നാണ് അവര് പറയാ. അള്ളാഹു അതിനോടുള്ള പ്രതികരണമായിട്ട് ഇവിടെ പറഞ്ഞത്, അങ്ങനെ ഒരു കാര്യം നാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഇങ്ങനെയുള്ള ഒരു പ്രക്രിയയിലൂടെ ഒന്നും കടത്തിവിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എല്ലാ വ്യക്തികൾക്കും അള്ളാഹു നേരത്തെ തന്നെ ഹിദായത്ത് ലഭ്യമാക്കുമായിരുന്നു, അവർക്കത് ലഭിക്കുമായിരുന്നു. വലാകിൻ ഹഖൽ ഖൗലു മിന്നി, എന്നാൽ നമ്മുടെ തീരുമാനം അങ്ങനെയല്ല. നമ്മുടെ പക്കൽ നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിനെ പിൻപറ്റുന്ന അള്ളാഹുവിന് വിധേയപ്പെടാൻ കൂട്ടാക്കാതിരുന്ന ആളുകളെ കൊണ്ട് നരകത്തെ നാം നിറക്കുക തന്നെ ചെയ്യും എന്ന ഒരു കാര്യം അള്ളാഹു നേരത്തെ പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലൊന്നും തന്നെ ഒരു പുനഃപരിശോധന ആവശ്യമില്ല. അവർക്ക് മറ്റൊരു അവസരവും നൽകപ്പെടാൻ പോകുന്നില്ല. ഇനി അവസരം നൽകപ്പെടുകയാണെങ്കിൽ തന്നെ നേരത്തെ ഏതൊക്കെ അവസ്ഥയിലാണ് അവർക്ക് അത്തരം അവസരം ഉണ്ടായിട്ടുള്ളത് അതേപോലെയൊക്കെ തന്നെയാണ് വീണ്ടും ഉണ്ടാവുക. അപ്പൊ നേരത്തെ അവർക്ക് നിഷേധികളാകാനുണ്ടായിരുന്ന കാരണങ്ങളൊക്കെ വീണ്ടും നിലനിൽക്കും. ഇപ്പോ ഈ തിരിച്ചറിവുണ്ടായതും കണ്ണു തുറന്ന അനുഭവവും ഒന്നും അന്ന് അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കുകയില്ല എന്നതിനാൽ തന്നെ അപ്പോഴേ അത് നീതിപൂർവകമാവുകയുള്ളൂ. അങ്ങനെ അവര് വീണ്ടും ഒരു അവസരം നൽകപ്പെട്ടത് കൊണ്ട് പ്രയോജനമില്ല. അവര് ആ നിഷേധത്തിന്റെ മാർഗത്തിൽ തന്നെയായിരിക്കും നിലകൊള്ളുക എന്ന കാര്യമാണ് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. അതുകൊണ്ട് ഫദൂഖു ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദ, ഇങ്ങനെ ഒരു നാള്, അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയുടെ ഒരു നാള് വരുമെന്ന കാര്യത്തിനെ മറന്നു കളഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ആസ്വദിച്ചോളൂ. ഇന്ന് ഇന്നാ നസീനാക്കും, ഇന്ന് നാമും നിങ്ങളെ വിസ്മരിക്കുകയാണ്, മറക്കുകയാണ്. അതുകൊണ്ട് വദൂഖു അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ കർമ്മഫലമായിട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ നിത്യതയുടെ ഈ ശിക്ഷയുണ്ടല്ലോ, അത് എന്നെന്നും നിലനിൽക്കുന്ന ഈ നരകശിക്ഷ, അത് നിങ്ങൾ ഏറ്റുവാങ്ങിക്കോളൂ, ആസ്വദിച്ചോളൂ എന്നാണ് അള്ളാഹു അവരോട് ആ ഘട്ടത്തിൽ പറയുന്നത്. നിഷേധികളുടെ, ലാലിമുകളുടെ, മുജ്രിമുകളുടെ ആഖിബത്തിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ തുടർന്ന് അള്ളാഹു വിശ്വാസമാർഗം സ്വീകരിച്ച ആളുകൾ ഏത് വിധത്തിലായിരിക്കും എന്നതാണ് തുടർന്നുള്ള ആയാത്തുകളിലായിട്ട് വിവരിക്കുന്നത്. നമുക്ക് ആ ഭാഗം, അതിന്റെ തുടക്ക ഭാഗം നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നതിന് വേണ്ടി ഞാൻ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ചു. ഇന്നമാ യുഅ്മിനു ബി ആയാത്തിന, അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇന്നമാ യുഅ്മിനു ബി ആയാത്തിന, നിശ്ചയമായിട്ടും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസം ഉൾക്കൊള്ളുക.
ആരാണ്? അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖർറൂ സുജ്ജദൻ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. നമ്മുടെ ആയാത്തുകൾ കേൾപ്പിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ ആയാത്തുകളെ മുൻനിർത്തിക്കൊണ്ട് അവരെ ഉണർത്തുകയാണെങ്കിൽ, ഇദാ ദുക്കിറൂ ബിഹ, നമ്മുടെ ആയാത്തുകളിൽ വിശ്വാസമുള്ളവരാവുക ആരാണ്? ആ ആയാത്തുകളെ മുൻനിർത്തിക്കൊണ്ട് അവർക്കൊരു ഉത്ബോധനം നൽകപ്പെടുന്നു എന്ന് വെക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ദൈവിക ദൃഷ്ടാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നു എന്ന് വെക്കുക. ഈ ഓർമ്മപ്പെടുത്തൽ ഇസ്ലാമിന്റെ പ്രക്രിയയിൽ വളരെ പ്രധാനമാണ്. കാരണം മനുഷ്യരൊക്കെയും തന്നെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തില് അള്ളാഹുവിന് വിധേയത്വം പ്രഖ്യാപിച്ച ആളുകളാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അലസ്തു ബിറബ്ബിക്കും എന്ന് മുഴുവൻ മനുഷ്യാത്മാക്കളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹു ചോദിച്ചപ്പോ അതേ എന്ന് എല്ലാവരും ഏറ്റുപറഞ്ഞ കാര്യം ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അത് പക്ഷേ മനുഷ്യന് വിസ്മരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഈ ഭൗതിക ലോകത്ത് അവന് ദൈവിക ദൃഷ്ടാന്തങ്ങളിലൂടെ ബോധ്യപ്പെട്ട് അംഗീകരിക്കുക എന്ന ഒരു ബുദ്ധിപരമായ പ്രക്രിയയിലൂടെ നടപ്പാക്കപ്പെടുന്നു എന്നതല്ലാതെ അവർക്ക് അങ്ങനെ ഒരു വിധേയത്വ പ്രഖ്യാപനം, അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചുകൊണ്ടുള്ള ആ ബയ്യത്ത് ചെയ്യല്, ആ വിധേയപ്പെട്ടുകൊണ്ട് ഉള്ള പ്രഖ്യാപനം നടത്തിയത്, ഏറ്റുപറഞ്ഞത്, ആ സംഗതി മനുഷ്യർ ഈ ഭൗതിക ലോകത്ത് ഓർക്കുകയില്ല. അപ്പോ അത് പിന്നീട് അവർക്ക് ഗുണപരമായ വിധത്തില് അവരുടെ ചിന്തയായും ആലോചനയായും ഒക്കെ പ്രവർത്തനക്ഷമമാവുക അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തുന്ന പല പ്രതിഭാസങ്ങളും ഈ പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കുമ്പോഴാണ്. ദൈവിക പ്രവാചകന്മാര് ദൈവിക ദൃഷ്ടാന്തങ്ങൾ അവരെ, അല്ലെങ്കിൽ ദൈവികമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വെളിപ്പാടുകൾ അവരെ കേൾപ്പിക്കുമ്പോഴാണ് അവർക്ക് അത് ബോധ്യപ്പെടുക. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് വിശ്വാസികളാവാൻ മുതിരുന്നത് ആരാണ്? ഇന്നമാ യുഅ്മിനു ബി ആയാത്തിന, നമ്മുടെ ആയാത്തുകളിൽ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ, അത് വെളിപ്പാടുകൾ മുഖേന ലഭിച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളും അതേപോലെ തന്നെ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളും എല്ലാം അടങ്ങിയതാണ്. അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി തരുന്ന ദൈവിക വെളിപ്പാടാവാം, അതേപോലെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന അവന്റെ ഈ സൃഷ്ടി പ്രപഞ്ചത്തിലെ പല പ്രതിഭാസങ്ങളും ആവാം. അപ്പോ ഇന്നമാ യുഅ്മിനു ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസമുള്ളവരാവുക. അല്ലദീന ഇദാ ദുക്കിറൂ ബിഹ, ആ ദൃഷ്ടാന്തങ്ങളെ പരാമർശിച്ചുകൊണ്ട് ആരെങ്കിലും അവരെ ഉണർത്തുകയോ ഉത്ബോധനം ചെയ്യുകയോ ഓർമ്മപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ ഖർറൂ സുജ്ജദ, അവര് അള്ളാഹുവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സാഷ്ടാംഗം ചെയ്യുന്നവരായി മാറും. അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യും. അത് അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലുള്ള അതിവിസ്മയകരമായ ദൈവിക പ്രതിഭാസം തിരിച്ചറിയുമ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന് സുജൂദ് ചെയ്യുന്നവനായി മാറും. അതേപോലെ തന്നെ ഒരു ആയത്ത് കേൾപ്പിക്കപ്പെട്ടാൽ അത് പടച്ച തമ്പുരാന്റെ വെളിപ്പാടാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അവര് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരായിട്ട് വീഴും. അത് അവരുടെ നിലപാടാണ്. അള്ളാഹുവിന് വിധേയത്വം പ്രഖ്യാപിക്കുന്നതിന്റെ ഒരു ശരീര ഭാഷയാണ് യഥാർത്ഥത്തിൽ സുജൂദ് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ആയാത്തുകളിൽ ഏതെങ്കിലും ഒന്ന് കേൾപ്പിക്കപ്പെടുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവര് ഉത്ബോധിപ്പിക്കപ്പെടുകയോ ഓർമ്മിപ്പിക്കപ്പെടുകയോ ചെയ്താൽ അവര് വിസ്മൃതിയിൽ തള്ളിവിട്ടിരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. അത് ഓർത്തെടുക്കാൻ അവർക്ക് അവസരം ഉണ്ടാവുകയും ചെയ്താൽ അത്തരം ആളുകൾ എന്ത് ചെയ്യും? ഖർറൂ സുജ്ജദ, അവര് സുജൂദ് നിർവഹിക്കുന്നവരായിട്ട് വീഴും. ഖർറ എന്ന് പറഞ്ഞ നിലത്ത് കാലുകുത്തി വീഴുക എന്നുള്ളതാണ്. സുജൂദ് നിർവഹിക്കുന്നതിന് വേണ്ടി സുജൂദ് നിർവഹിക്കുന്നവരായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യുന്നവരായിട്ട് അവര് മാറും. അതേപോലെ അതിനോടൊപ്പം തന്നെ വസബ്ബഹു ബിഹംദി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്
തസ്ബീഹ് ചെയ്യുന്നവരും തഹ്മീദ് ചെയ്യുന്നവരുമായിട്ട് അവർ മാറും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ അങ്ങനെ ഒരു പ്രതികരണമാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസമുള്ള ആളുകളിൽ നിന്നുണ്ടാവുക. അപ്പൊ അവരതിന് ഒരു വൈമനസ്യമുള്ളവരാവില്ല. അള്ളാഹുവിന്റെ ആയാത്തുകള് ബോധ്യപ്പെടുത്തപ്പെട്ടാല് ആ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യുന്നതിന് യാതൊരു മടിയും വൈമനസ്യവും അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല. ഇന്നമാ യുഅ്മിനു ബി ആയാത്തിനല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖർറൂ സുജ്ജദ. ഖർറൂ സുജ്ജദ, സുജൂദ് ചെയ്യുന്നവരായിക്കൊണ്ടാണ് അവർ വീഴുക. വസബ്ബഹൂ, അവര് തസ്ബീഹ് ചെയ്യുന്നവരായിരിക്കും. ബി ഹംദി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനുള്ള സ്തുതികീർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അവനുള്ള തസ്ബീഹിൽ ഏർപ്പെടും എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ടോ അതിന്റെ ഒരു മറുവശവും അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നു. വഹും ലാ യസ്തക്ബിറൂൻ, അവര് യാതൊരു നിലക്കുമുള്ള അഹങ്കാരം കാണിക്കുന്നവരാവുകയില്ല. അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഒരു വൈമനസ്യം ഉണ്ടാവില്ല, അഹങ്കരിച്ചുകൊണ്ട് നിൽക്കുകയില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്. അള്ളാഹുവിനോട് കൊടിയ ശത്രുതയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാനോ അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനോ അത് അംഗീകരിക്കാനോ അവർ സന്നദ്ധരല്ല. പക്ഷെ മരിച്ചു എന്നതിന് ശേഷം അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ അവർ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നതിനോട് അവർക്ക് വലിയ പ്രതിഷേധമാണ്. അത് ദൈവത്തിന്റെ ക്രൂരതയായിട്ടാണ് അവർ മനസ്സിലാക്കുക. എങ്ങനെയാണ് കാരുണ്യവാനായ ദൈവം എന്ന് അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് പറയാനാവുക എന്നാണ് അവർ ചോദിക്കുക. എന്നാൽ അള്ളാഹുവിന്റെ നിർദ്ദേശം പ്രവാചകന്മാരിലൂടെ കേൾപ്പിക്കപ്പെട്ടപ്പോ എന്ത് നിലപാടാണ് അവർ സ്വീകരിക്കുകയുണ്ടായത്? ആലോചിക്കാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ എന്നിട്ട് സൃഷ്ടിപരമായ തീരുമാനങ്ങളിലേക്ക് വരാനോ കൂട്ടാക്കാതെ അഹങ്കാരത്തോടുകൂടി ധിക്കാരത്തോടുകൂടി വിധേയപ്പെടാനുള്ള ഒരുക്കമില്ല എന്ന വിധത്തില് ധാർഷ്ട്യം കാണിച്ചുകൊണ്ട് താൻ എല്ലാറ്റിനും പോന്നവനാണ്, തികഞ്ഞവനാണ്, തന്റെ ബുദ്ധിയും കഴിവും എല്ലാ കാലത്തും തനിക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്റെ കൂടെ ഉണ്ടാകും എന്ന വിധത്തില് ദൈവത്തെ തന്നെ, അള്ളാഹുവിനെ തന്നെ, പ്രപഞ്ച സ്രഷ്ടാവിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിലകൊള്ളുന്നതിന് അവർക്ക് യാതൊരു മടിയില്ല. അവര് നിർലജ്ജമായിട്ട് ആ ഒരു നിലപാട് സ്വീകരിക്കുന്നവരാകും. എന്നാൽ മരണശേഷം അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ ദൈവം കാരുണ്യവാനാകണം. ദൈവം അവർക്ക് സത്യവിശ്വാസികൾക്ക് നൽകുന്ന അതേ പരിഗണന ഈ അഹങ്കാരികളും ധിക്കാരികളും കുറ്റവാളികളുമായ ആളുകൾക്കും നൽകണം എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഒരു വിധി വൈപരീത്യം അല്ലെങ്കിൽ വിരോധാഭാസം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഈ അള്ളാഹുവിടെ പറയുന്ന വഹും ലാ യസ്തക്ബിറൂൻ എന്ന് പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, അവരൊരിക്കലും തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിന് അഹങ്കാരം, മടി അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്ന ആളുകളാവില്ല. വഹും ലാ യസ്തക്ബിറൂൻ, അവര് കിബ്റ് കാണിക്കൂല. അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അവർക്ക് യാതൊരു വൈമനസ്യം ഉണ്ടാവില്ല. സ്വമേധയ പൂർണ്ണമായ സംതൃപ്തിയോടും അതുപോലെ സന്തോഷത്തോടും കൂടി അവര് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴും. അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യും, തഹ്മീദ് ചെയ്യും. അതില് വലിയ ആനന്ദവും അവർ കണ്ടെത്തും. വഹും ലാ യസ്തക്ബിറൂൻ, അവരൊരിക്കലും തന്നെ അഹങ്കാരം കാണിക്കുന്ന, കിബ്റ് കാണിച്ചുകൊണ്ട്, താൻപോരിമ കാണിച്ചുകൊണ്ട്, താനാണ് വലിയവൻ, ഏത് ദൈവം ഉണ്ടെങ്കിലും അവൻ തന്നെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വരട്ടെ എന്നുള്ള നിലക്ക് ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ആളുകളായിട്ട് അവരുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് നമുക്ക് പലപ്പോഴും കാണാനും സാധിക്കും. നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ തന്നെ അത്തരം ആളുകൾ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവര് ഉണ്ട്. ഈ ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുമ്പോ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് തൊട്ടു മുകളിലുള്ള ആയത്തുകളിൽ വിവരിക്കപ്പെട്ടത്. അവര് ശിരസ് കുനിച്ച് തല താഴോട്ട് തൂക്കിയിട്ട ആളുകളായിട്ട്, പടച്ചോനെ ഞങ്ങളെല്ലാം കണ്ടു, എല്ലാം ഞങ്ങൾക്ക്
കേൾക്കാനായി. ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു. ഇനി ഒരേ ഒരു കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ഒന്നുകൂടി തിരിച്ചയക്കണം അങ്ങോട്ട്. ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചോളാം. ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാം ബോധ്യമായിട്ടുണ്ട് എന്ന് അവരാ ഘട്ടത്തിൽ പറയും. ആ പറച്ചില് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധരായ, അള്ളാഹുവിനെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രവാചകന്മാരെ ഉണർത്തിയ, അവർ കേൾപ്പിച്ച ദൈവിക വെളിപ്പാടുകളെ മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്താനും മുതിർന്ന ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആയാത്തുകളിൽ വിശ്വാസമുള്ളവർ. അവര് അള്ളാഹുവിന്റെ ആയാത്ത് മുൻനിർത്തിക്കൊണ്ട് ആരെങ്കിലും അവരെ വല്ല ഉത്ബോധനവും നടത്തുകയോ കേൾപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ ഒരു വൈമനസ്യവും കൂടാതെ അവര് സ്വയം വിധേയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് സുജൂദ് നിർവഹിക്കും. ഖർറൂ സുജ്ജദ, അവര് സുജൂദിൽ വീഴും. വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനുള്ള സ്തുതി കീർത്തനങ്ങളിലും പ്രകീർത്തനങ്ങളിലും ഏർപ്പെടും അവർ. വഹും ലാ യസ്തക്ബിറൂൻ, ഒരു കിബറും ഒരു അഹങ്കാരവും അവരെ അതിൽ നിന്ന് തടയുകയില്ല. അവരെ തടഞ്ഞു നിർത്തുന്ന ഒരു അഹങ്കാരവും ഉണ്ടാവുകയില്ല. അപ്പോ ഇപ്പോ കാര്യങ്ങളെ സംവദിക്കുന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ മാറി നിൽക്കുന്ന പലരുടെയും യഥാർത്ഥ പ്രശ്നം അള്ളാഹുവിന് വിധേയപ്പെടാൻ അവരുടെ കിബർ, അവരുടെ അഹങ്കാരം സമ്മതിക്കുന്നില്ല എന്നതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ആയത്തിന്റെ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ ആയാത്തുകളെ മുൻനിർത്തിക്കൊണ്ട് ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ, ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴുന്ന തരം ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് അള്ളാഹു തുടർന്ന് വിവരിക്കുകയാണ്. തതജാഫ ജുനൂബുഹും, അവരുടെ ശരീരപാർശ്വങ്ങൾ വേർപെട്ടു പോരും. എവിടുന്നാണ്? അനിൽ മലാജികൾ, അവരുടെ കിടപ്പിടങ്ങളിൽ നിന്ന്, അവർ കിടന്നുറങ്ങുന്ന അവരുടെ ശയ്യകളിൽ നിന്ന്, മെത്തകളിൽ നിന്ന്, കട്ടിലുകളിൽ നിന്നൊക്കെ ആയിട്ട് അവരുടെ ശരീരവശങ്ങൾ അങ്ങനെ വേർപെട്ടു പോരും. രാത്രി കിടന്നുറങ്ങുന്ന നേരത്ത് അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടായി അവര് ഉറക്കത്തിൽ നിന്ന്, ഒരാളും തന്നെ സാധാരണഗതിയിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണത്. നല്ല ഗാഠനിദ്രയിലായിരിക്കുമ്പോ ഒരു ഓർമ്മ വന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എണീറ്റ് പോയി ഒളു നിർവഹിച്ച് അള്ളാഹുവിന്റെ മുന്നില് സുജൂദ് നിർവഹിച്ചുകൊണ്ട് അല്പനേരം നമസ്കരിക്കുക എന്നൊരു കാര്യം, ഇത് ചെയ്യാൻ നല്ല ആഴത്തിലുള്ള വിശ്വാസമുള്ളവർ മാത്രമേ സന്നദ്ധരാവുകയുള്ളൂ. കാരണം ഉറക്കത്തിന്റെ ആ കംഫർട്ട്, അത് നേരം പുലർന്ന് നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലോ, ഫജ്റിന് പള്ളിയിൽ പോകേണ്ട ആ സമയത്ത് ഒരു മഴ പെയ്യുന്നതാണ്. അത് ഒരു വിശ്വാസപരമായ ദാർഢ്യത കുറഞ്ഞ ആളുകളാണെങ്കിൽ പുതപ്പൊക്കെ ഒന്ന് വലിച്ചു കൂട്ടി ചുരുണ്ടുകൂടി അങ്ങനെ കിടക്കാൻ വീണ്ടും ഒരു പ്രേരണ ഉണ്ടാവും. ഒരു 2 മിനിറ്റ് കിടന്നാൽ എനിക്ക് ആ ഉറക്കൊന്ന് മുഴുവനാക്കിയിട്ട് എണീറ്റ് പോകാലോ എന്നാണ് വിചാരിക്കുക. പക്ഷെ പലപ്പോഴും പിന്നെ നേരം വെളുത്തിട്ടൊക്കെ ആയിരിക്കും അയാൾ അറിയുക, കണ്ണു തുറക്കുക. അപ്പൊ ഇങ്ങനെ ഇത് ശരിക്കും വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അള്ളാഹു പറയുന്നത് തതജാഫ ജുനൂബുഹും അനിൽ മലാജിഅ, അവരുടെ ശരീരപാർശ്വങ്ങൾ ചെരിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയെ പരാമർശിച്ചുകൊണ്ടാണ് അത് പറയുന്നതെന്ന് കാണാൻ കഴിയും. അവരുടെ ശരീരം അവര് വേർപ്പെടുത്തിയെടുക്കും. അനിൽ മലാജിഅ, അവരുടെ കിടപ്പിടങ്ങളിൽ നിന്ന്, അവരുടെ ശയ്യകളിൽ നിന്ന് അവര് അങ്ങ് അടർത്തിയെടുക്കും. എന്താണ് ചെയ്യുന്നത്? യദൂന റബ്ബഹും, തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥന നിർവഹിക്കുന്നവരായിക്കൊണ്ട്, ദുആ ചെയ്യുന്നവരായിക്കൊണ്ട്, ഖൗഫൻ വതമഅ, അവര് 2 നിലപാടുകൾ അല്ലെ 2 ഇമോഷൻസ് ആണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ. ഒന്ന് ഭയപ്പാടുണ്ട്, മറ്റത് വലിയ പ്രതീക്ഷയുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവരുടെ മനസ്സിലുണ്ട്, അതേ സമയത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള വലിയ പ്രതീക്ഷയും ഉണ്ട്. അപ്പോ ഭയത്തോടെയും വലിയ പ്രതീക്ഷയോടെയും ആയിട്ട് അവര് അള്ളാഹുവിനോടുള്ള ദുആയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവരുടെ വേറൊരു പ്രത്യേകത, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ഒരു ലുബ്ധുമില്ലാതെ ചെലവഴിക്കാൻ അവർ സന്നദ്ധരാകും.
വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഈ ചെലവഴിക്കുക എന്ന് പറയുന്നതിലെല്ലാം പെട്ടു. സ്വന്തം ആവശ്യത്തിന്, സ്വന്തം കുടുംബത്തിന്റെ ആവശ്യത്തിന്, അയൽവാസികളുടെയും ചുറ്റുപാടും ഒക്കെ ഉള്ള ആളുകളുടെ ആവശ്യത്തിന്, സമൂഹത്തിലെ നിർധനരായ ആളുകളുടെ, അവകാശികളായ ആളുകളുടെ ഒക്കെ ആവശ്യത്തിന് വേണ്ടി അള്ളാഹു ചെലവഴിക്കാൻ വേണ്ടി തന്നതാണ് ഇതൊക്കെ. കയ്യിൽ വെച്ചിരിക്കാൻ വേണ്ടി തന്നതല്ല. ആ ഒരു തിരിച്ചറിവോടുകൂടി അവര് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള റിസ്ഖ് ചെലവഴിക്കാനും അത് പങ്കുവെക്കാനും എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ അത് ദൈവിക മാർഗദർശനം അനുസരിച്ച് വിനിയോഗിക്കാനും അവര് സന്നദ്ധരാകും. അപ്പോ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ ആയാത്തുകളെ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവര് ഒന്നാമത് അള്ളാഹുവിന്റെ ആയാത്തുകൾ മുൻനിർത്തിക്കൊണ്ട് ആരെങ്കിലും അവര് വല്ല ഉപദേശവും നടത്തിയാൽ, വല്ല ഉത്ബോധനവും അവർക്ക് നൽകപ്പെട്ടാൽ അവര് തസ്ബീഹും തഹ്മീദും ചെയ്യുന്നവരായിക്കൊണ്ട് സുജൂദിൽ വീഴും. ഒരു കിബ്റും അവരെ പിടികൂടുകയില്ല. രണ്ടാമത്തത്, അവര് രാത്രികാലങ്ങളിൽ അവരുടെ കിടപ്പിടങ്ങളിൽ നിന്ന് ശരീരത്തെ വേർപ്പെടുത്തി കൊണ്ടുവരും. അത് വല്ലാത്തൊരു ടാസ്ക്കാണ്. അതിന് സന്നദ്ധത, പടച്ചവനോടുള്ള ആ വിധേയത്വത്തിന്റെയും പടച്ചവനിലുള്ള വിശ്വാസത്തിന്റെയും ആ ദാർഢ്യത കൈവരിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണം തന്നെയാണ്. തതജാഫ ജുനൂബുഹും അനിൽ മളാജി, അവരുടെ ശയ്യകളിൽ നിന്നായിട്ട് അവരുടെ ശരീരങ്ങളെ അവര് വേർപ്പെടുത്തി കൊണ്ടുവരും. എന്തിനാണ്? യദൂന റബ്ബഹും, തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുന്നവരായിക്കൊണ്ട് അവർ റബ്ബിന്റെ മുന്നിൽ വന്ന് നമസ്കാരം നിർവഹിക്കുന്ന ആളുകളായിക്കൊണ്ട്. രാത്രി നമസ്കാരത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉറങ്ങാൻ വേണ്ടി, രാത്രിയിലെ ഉറക്കത്തിന് വേണ്ടി കിടന്നതിന് ശേഷം ഏതാനും മണിക്കൂറുകൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒന്ന് എണീറ്റ് അള്ളാന്റെ മുന്നിൽ സുജൂദ് നിർവഹിച്ചുകൊണ്ട് നമസ്കരിക്കാൻ, അവനോട് പ്രാർത്ഥിക്കാൻ, തന്റെ ഏറ്റവും വലിയ സ്വകാര്യതയിൽ അള്ളാഹുവുമായിട്ട് ഒരു ഭാഷണം നടത്താൻ അവര് സന്നദ്ധരായിക്കൊണ്ട് എണീറ്റ് വരും. അതാണ് അവരുടെ നിലപാടും പ്രകൃതവും. അപ്പൊ അവർക്ക് അവരുടെ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഇമോഷൻസ് ആണ്. ഒന്ന് ഖൗഫാണ്, അള്ളാഹുവിന്റെ നടപടിയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പേടി ഉള്ളിലുണ്ടാവും. കാരണം നമ്മൾ പ്രയത്നിക്കുകയാണ്, വിജയിക്കുക എന്നുള്ളത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. നമ്മൾ സത്യത്തിന്റെ മാർഗത്തിലേക്ക് കടന്നിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുക, വിജയം വരിക്കാൻ വേണ്ടി. പരാജയപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ നടപടികൾ നേരിടേണ്ടി വരും എന്നൊരു പേടി എല്ലാ വിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ ഉണ്ടാവും. ആ പേടി അനിവാര്യമാണ്. അതേപോലെ തന്നെ തമ്മഴവും ഉണ്ടാവും. അള്ളാഹു കാരുണ്യവാനാണ്, എന്റെ റബ്ബ് നീതിമാനാണ്, എന്റെ എല്ലാ ഉള്ളറകളും അറിയുന്ന, രഹസ്യങ്ങളും പൂർണ്ണമായിട്ട് അറിയുന്നവനാണ് എന്റെ റബ്ബ്. എന്നെ മനസ്സിലാക്കി എന്നോട് കാരുണ്യത്തില് അവൻ വർത്തിക്കും എന്ന ഒരു പ്രതീക്ഷ, അത് ആണ് രണ്ടാമത്തെ ഇമോഷൻ. അപ്പൊ ഖൗഫും തമഴും ഉള്ളവനായിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവനായിട്ട് അവര് സന്നദ്ധരായി ഒരുങ്ങി വരും. രാത്രികാലങ്ങളില് ശയ്യകൾ വിട്ടകന്ന് അവര് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് നിർവഹിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവരായിട്ട് വരും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു നമസ്കാരമല്ല അത്. ആ നമസ്കാരം അള്ളാഹുമായിട്ടുള്ള ഒരു ഭാഷണമാണ്, അള്ളാഹുമായിട്ടുള്ള ഒരു മുനാജാത്താണ്. അത് ജീവിതത്തിൽ അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. ആ ഇമ്പാക്റ്റ് എന്താ? അതിൽ പ്രത്യക്ഷമായ ഒന്നാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങൾ. അള്ളാഹു തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് അവ എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത്. അതിന് ആ വിഭവങ്ങളിൽ ചില അവകാശങ്ങളൊക്കെ മറ്റു ചിലർക്കൊക്കെ ഉണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരായിക്കൊണ്ട് അവർ ധനം ചെലവഴിക്കാനുള്ള സന്നദ്ധത കാണിക്കും. അവിശ്വാസവും ലുബ്ധും വളരെ അടുത്ത ചങ്ങാത്തമുള്ള പ്രതിഭാസങ്ങളാണ്. കുഫ്റും അതുപോലെ ബുഖ്ലും, അത് പരസ്പരം വലിയ ബന്ധമുണ്ട്. അതുപോലെ ഈമാനും ഇൻഫാഖും പരസ്പരം ബന്ധമുള്ള സംഗതികളാണ്. ഈമാനുള്ളവർക്ക് ഇൻഫാഖിന് വലിയ മടിയൊന്നും ഉണ്ടാവില്ല. കയ്യിൽ അള്ളാഹു നൽകിയ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ ചെലവഴിക്കാൻ കഴിയുന്ന അവസ്ഥയാണെങ്കിൽ അവര് സമൂഹത്തെ, ചുറ്റുപാടിനെ ഒന്നും കണ്ടില്ല എന്ന് വെക്കൂല. മനസ്സലിവോടുകൂടി അള്ളാഹുവില് ഖൗഫും തമഴും ഉള്ള വിധത്തില് അവര് അള്ളാഹുവിന്റെ മാർഗത്തില്, ശരിയായ മാർഗത്തില് ചെലവഴിക്കാൻ അവര് സന്നദ്ധരാകും.
എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് ഫലാ തഅലമു നഫ്സുൻ, ഒരാൾക്കും അറിയില്ല കേട്ടോ, മാ ഉഖ്ഫിയ ലഹും, അവർക്കായിട്ട് ഒളിപ്പിച്ചു വെച്ചത് എന്തൊക്കെയാണ് എന്നത്. അവർക്കായിട്ട് രഹസ്യമാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഒരാൾക്കും അറിയില്ല. ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനി, അവരെ കണ്ണു കുളിർപ്പിക്കുന്ന വിധത്തിലുള്ള സമ്മാനങ്ങൾ, അവരെ കണ്ണു കുളിർപ്പിക്കുന്ന, അവർക്ക് കൺകുളിർമ നൽകുന്ന വിധത്തിലുള്ള അത്യധികം കൗതുകകരമായ എന്തെല്ലാം സമ്മാനങ്ങളാണ് അവർക്കായി അള്ളാഹു മറച്ചു വെച്ചിട്ടുള്ളത്, അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന കാര്യം ഒരാൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷാ നിർഭരമായിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകുന്ന വിധത്തിലുള്ള ജസാ പാരത്രിക ലോകത്ത് നൽകുന്നത് സംബന്ധമായിട്ടുള്ള വലിയ പ്രതീക്ഷയും മോഹവുമാണ് അവർക്കുണ്ടാവുക. അതിൽ അവർക്ക് യാതൊരു നമ്മുടെ നാസ്തികരോ നിരീശ്വരരോ എക്സ് മുസ്ലിംസോ ഒക്കെ പറയുന്ന വിധത്തിലുള്ള നോൺസെൻസ് ചിന്തകളൊന്നും അവരെ പിടികൂടുകയില്ല. കാരണം അവര് ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിനെ ബോധ്യപ്പെട്ട ആളുകളാണ്. ഇവരുടെ തലക്ക് വെളിവില്ലാത്ത തരം ചിന്തകളോ അല്ലെങ്കിൽ പരാമർശങ്ങളോ ഒന്നും തന്നെ അവരെ അലട്ടാൻ പോകുന്നില്ല. അവര് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളാണ്. ഫലാ തഅലമു നഫ്സുൻ, അതുകൊണ്ട് തന്നെ ഒരാൾക്കും അറിയില്ല, മാ ഉഖ്ഫിയ ലഹും, അവർക്കായിട്ട് ഒളിപ്പിച്ചു വെച്ച മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, മിൻ ഖുർറത്തി അയ്യുനി, കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന വിധത്തിലുള്ള സംഗതികൾ എന്തൊക്കെയാണ് അവർക്ക് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവര് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവരുടെ അമലുകൾക്കായിട്ട് ഉള്ള പ്രതിഫലം എന്ന നിലക്ക് അവർക്ക് കൺകുളിർമ നൽകുന്ന എന്തൊക്കെ സമ്മാനങ്ങളാണ് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്, ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നത് ഒരാൾക്കും അറിയില്ല. എന്ന് പറഞ്ഞാൽ ഒരു കണ്ണിനും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഒരു കാതിനും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഒരു മനസ്സിലും നിരൂപിക്കാനോ സങ്കല്പിക്കാനോ പോലും കഴിഞ്ഞിട്ടില്ലാത്ത അത്രയും കൗതുകകരമായ പല പ്രതിഫലങ്ങളുമാണ് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിലകൊണ്ട ആളുകൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരാൾക്കും അറിയില്ല. ഈ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി ആണല്ലോ അതിൽ ഏർപ്പെടുന്നത്. എന്നാൽ അവർക്ക് പോലും അവരുടെ ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത അത്രയും വിസ്മയകരമായ പല കൗതുകങ്ങളുമാണ് അവർക്ക് സമ്മാനമായിട്ട്, അവർക്ക് പ്രതിഫലമായിട്ട് അള്ളാഹു ഒരുക്കി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പൊ ആർക്കും അറിയില്ല, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഫലാ തഅലമു നഫ്സുൻ, വിശുദ്ധ ഖുർആനില് ചില സൂചനകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ നൽകുന്നത് കാണാൻ കഴിയും സ്വർഗീയ ജീവിതത്തെ കുറിച്ചുള്ള. പക്ഷെ അതൊക്കെ ഭൗതിക ലോകത്തെ അനുഭവങ്ങളും സാധ്യതകളും ഒക്കെ വെച്ചുകൊണ്ട് മനുഷ്യന് സങ്കല്പിക്കാനോ അല്ലെങ്കിൽ ഊഹിക്കാനോ ഒക്കെ പറ്റുന്ന ചില കാര്യങ്ങൾ, അതിന് സമാനമായ ചില സംഗതികൾ സൂചിപ്പിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. ആ അനുഭവം തീർത്തും വ്യത്യസ്തമാണ് എന്നാണ് അള്ളാഹുവിടെ നൽകുന്ന സൂചന. സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത് ഐഹിക ലോകത്ത് നിന്നുകൊണ്ട് മനുഷ്യന് സങ്കല്പിക്കാനോ മനസ്സിൽ കാണാനോ പറ്റാത്ത അത്രയും അത്ഭുതകരമായതാണ്, കൗതുകമുളവാക്കുന്നതാണ് എന്നൊരു കാര്യമാണ്. ഒരു വ്യക്തിക്കും അറിയുകയില്ല മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനി, കൺകുളിർമ നൽകുന്ന എന്തൊക്കെയാണ് അവനായിട്ട് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് എന്നത്. എന്താണത്? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, വെറുതെ കൊടുക്കുകയാണെന്ന് കരുതണ്ട. അവരുടെ അമലിനുള്ള പ്രതിഫലമായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സംഗതികളാണത്. ഇത് നേരത്തെ ചിലരൊക്കെ ഉന്നയിച്ചിട്ടുള്ള ചോദ്യം പോലെ ഈ അമല് ചെയ്ത ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇതിന്റെ വിപരീതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകൾക്കും കിട്ടണം എന്നാണോ അവരാഗ്രഹിക്കുന്നത്, അവരാവശ്യപ്പെടുന്നത്? എന്നാലേ അള്ളാഹു കാരുണ്യവാനാവുകയുള്ളൂ എന്നാണോ? എല്ലാ അക്രമങ്ങളും ചെയ്ത, ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ഒരുത്തനും നീതിക്ക് വേണ്ടി നിലകൊണ്ട് സ്വന്തം ദേഹത്തെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചുകൊണ്ട് പൊരുതിയ ഒരാളും ഒരുപോലെ ആവുന്നാണോ ഇവർ സങ്കല്പിക്കുന്നത്? അവരുടെ ഏറ്റവും അബദ്ധജടിലമായ ആലോചനയാണിത്. അവര് കിബർ ഉപേക്ഷിച്ചുകൊണ്ട്, അഹങ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവിക വെളിപ്പാടുകൾ ഉൾക്കൊള്ളാനും
ദൈവിക ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കാനും സന്നദ്ധരാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് ഈ പ്രതികരണം നടത്തുന്നവരായിരിക്കും. ഇദാ ദുഖിറൂ ബിഹ ഖറൂ സുജ്ജദൻ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. യാതൊരു കിബ്റും കാണിക്കാതെ അഹങ്കാരവും കാണിക്കാതെ സുജൂദിൽ വീണ് അള്ളാഹുവിനെ തസ്ബീഹും തഹ്മീദും ചെയ്യാൻ അവര് സന്നദ്ധരാകും എന്ന കാര്യമാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്തു സജ്ദയിലെ 15 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഒരു ഹദീസ് നിങ്ങളെ കേൾപ്പിക്കാം. ഉഇദ്ദത്ത് ലിഇബാദി അസ്സാലിഹീൻ. എന്റെ സാലിഹികളായ സുഹൃതവാന്മാരായ അടിയാറുകൾക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നത് മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും, വല ഉദുനുൻ സെമിഅത്ത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തതും, വലാ ഖുദ്റ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിലോ മനസ്സിലോ തോന്നിയിട്ട് പോലും ഇല്ലാത്ത അത്രയും കൗതുകകരമായതായിരിക്കും എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ച ഒരു ഖുദ്സിയായ ഹദീസിൽ വിവരിക്കപ്പെടുന്നുണ്ട്. സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.